ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് തുല്യത എക്കണോമിക്സിന്റെ 2021, 22, 23, 24 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതാണ് 1 മുതൽ 32 വരെ 1 മാർക്ക് സ്കോർ ഒക്കെ തന്നേക്കുന്നത്. കാരണം കൊറോണ ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ഡേറ്റ പ്രാഥമിക ഡേറ്റ. നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ഡേറ്റ പ്രാഥമിക ഡേറ്റ. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷണ പദാർത്ഥങ്ങൾ. ഹരിത വിപ്ലവം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ പാലുണ്ട്, മത്സ്യമുണ്ട്, മുട്ടയുണ്ട്. പാൽ എന്താണ്? വൈറ്റ് റെവല്യൂഷൻ. പാല് വൈറ്റ് റെവല്യൂഷൻ ആയിരുന്നു. മത്സ്യം ബ്ലൂ റെവല്യൂഷൻ ആയിരുന്നു. അതുപോലെ മുട്ട സിൽവർ റെവല്യൂഷൻ ആയിരുന്നു. ദെൻ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ജനസംഖ്യാ വളർച്ചയും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ജനസംഖ്യാ വളർച്ചയും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. ചുവടെ ചേർക്കുന്നതിൽ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഭാഗം. നമുക്കറിയാം ആമുഖവും ഗ്രന്ഥസൂചികയും വിശകലനവും എന്താണ് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതല്ലാത്തത് ഏത് മാത്രമാണ്? വിമർശനം. വില്യം കാർവേ കമ്മിറ്റി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. വില്യം കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായത്തിന്റെ വികസനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. അപ്പൊ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? വില്യം കാർവേ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളി ശോഷണം. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി ശോഷണം. ചുവടെ ചേർക്കുന്നതിൽ ആവൃത്തി ഡയഗ്രം അല്ലാത്തത് ഏത്? ഹിസ്റ്റോഗ്രാമോ ജൈവ് ആവൃത്തി ബഹുവചനം ഒക്കെ ആവൃത്തി ഡയഗ്രം ആണ്. ഏതാണ്? പൈ ഡയഗ്രം. ആവൃത്തി ഡയഗ്രം അല്ലാത്തത് പൈ ഡയഗ്രം. ഇനി ശരിയോ തെറ്റോ എന്ന് എഴുതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ശരിയാണ്. 2023 ഇന്ത്യ ചൈനയെ മറികടന്നു. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പൊ ഇന്ത്യയാണ്. നേരത്തെ ഏതായിരുന്നു? ചൈനയായിരുന്നു. വിവര വിശകലനമാണ് ഒരു പ്രൊജക്ടിന്റെ റിപ്പോർട്ടിന്റെ മർമ്മം. അതും ശരിയാണ്. വിവര വിശകലനമാണ് ഒരു പ്രൊജക്ടിന്റെ റിപ്പോർട്ടിന്റെ മർമ്മം. പ്രൊജക്ട് റിപ്പോർട്ടിന്റെ മർമ്മം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണം കുറവാണ്. അതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോട്ടറി രീതി ഒരു നോൺ റാൻഡം സാമ്പിളിംഗ് രീതിയാണ്. തെറ്റാണ്. അതൊരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ്. ലോട്ടറി രീതി ഒരു നോൺ റാൻഡം സാമ്പിളിംഗ് രീതിയാണെന്നുള്ളത് തെറ്റാണ്. ലോട്ടറി രീതി ഒരു റാൻഡം സാമ്പിളിംഗ് രീതിയാണ്. റാൻഡം സാമ്പിളിംഗ് രീതിയിൽ രണ്ടെണ്ണമാണ് ലോട്ടറി രീതിയും റാൻഡം നമ്പർ പട്ടികകളും. അടുത്തത് അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി. അത് ശരിയാണ്. മൊത്ത വില സൂചിക പൊതുനിലവാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. അതും ശരിയാണ്. വിവിധ സാംഖ്യിക രീതികളെ സൂചിപ്പിക്കാനാണ് ഏകവചന അർത്ഥത്തിൽ സാംഖ്യികം എന്ന പദം ഉപയോഗിക്കുന്നത്. വിവിധ സാംഖ്യിക രീതികളെ സൂചിപ്പിക്കാനാണ് ഏകവചന അർത്ഥത്തിൽ സാംഖ്യികം ഉപയോഗിക്കുന്നത്. വ്യത്യസ്തങ്ങളായുള്ള ദത്തങ്ങളെ സൂചിപ്പിക്കാൻ ബഹുവചന രീതിയിൽ ഉപയോഗിക്കുന്നു. വ്യത്യസ്തങ്ങളായുള്ള ദത്തങ്ങളെ സൂചിപ്പിക്കാൻ ബഹുവചന രീതി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്. ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അന്തരം ക്ലാസ് ഇന്റർവെൽ. ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും തമ്മിലുള്ള അന്തരം ക്ലാസ് ഇന്റർവെൽ. ഒരു ശ്രേണിയിലെ ഉയർന്ന സംഖ്യയും ഉയർന്ന വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള അന്തരമാണ് റേഞ്ച്. ദരിദ്രരെയും ദരിദ്രരല്ലാത്തവരെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ ദാരിദ്ര്യരേഖ. നമുക്ക് എല്ലാവർക്കും അറിയാം. 30-നും 40-നും എന്ന ക്ലാസിന്റെ മധ്യാങ്കം എങ്ങനെ കണ്ടുപിടിക്കണേ? 30 + 40/2, അതായത് 35. ഇന്ത്യയെ പോലുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പിന്നെ ഒരെണ്ണമുണ്ട് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. എന്താ? ജോലി ചെയ്യാൻ സന്നദ്ധരാണ്, പക്ഷെ ജോലി ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യത്തത് NREP, IRDP, NSSO, RLEGP. അതിനകത്ത് ഒറ്റയാൻ NSSO ആണ്. NSSO എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് NSSO.
ബാക്കി എല്ലാനും NREP, IRDP, RLEGP ഒക്കെ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. അപ്പൊ NREP എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് NREP. IRDP എന്താണ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. സംയോജിത ഗ്രാമവികസന പദ്ധതിയാണ്. RLEGP എന്താണ് ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് RLEGP. അപ്പൊ ഇതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമാണ്. NSSO മാത്രമാണ് അതിനകത്ത് ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. അടുത്തത് ബയോഗ്യാസ്, പെട്രോളിയം, സൗരോർജ്ജം, കാറ്റിൽ നിന്ന് ഊർജ്ജം ഒക്കെ നമുക്കറിയാം പാരമ്പര്യേതരമാണ്. മറ്റേ പെട്രോളിയം ആണ് അവിടെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. അടുത്ത UGC, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ, ICMR. UGC, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ, ICMR UGC ആണ്. ബാക്കി മൂന്ന് മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ദേശീയ ഹരിത ട്രിബ്യൂണൽ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, അപ്പിക്കോ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം. ഈ ദേശീയ ഹരിത ട്രിബ്യൂണലും ചിപ്കോയും അപ്പിക്കോ പ്രസ്ഥാനവും ഒക്കെ നമ്മുടെ എന്താണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാശ്രയ ഗ്രൂപ്പുകളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇനി മാധ്യം, മീഡിയൻ, മോഡ്, റേഞ്ച്. മാധ്യം, മീഡിയനും മോഡും ഒക്കെ എന്താ കേന്ദ്രീയ പ്രവണതയുള്ള അളവുകളാണ്. അപ്പോൾ റേഞ്ച് മാത്രമാണ് അതിൽ വ്യത്യാസമായി നിൽക്കുന്നത്. ഇനി ലാസ്പെയറുടെ വില സൂചിക, പാഷയുടെ വില സൂചിക, ഫിഷറുടെ വില സൂചിക, സിമ്പിൾ അഗ്രഗേറ്റ് വില സൂചിക. സിമ്പിൾ അഗ്രഗേറ്റ് വില സൂചികയിൽ നമ്മൾ പ്രൈസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കി ലാസ്പെയറുടെയിലും പാഷയുടെയിലും ഫിഷറുടെയിലും ഒക്കെ ക്വാണ്ടിറ്റി കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ഭാരിത സൂചികാംഗങ്ങളിൽ പെടുന്നതാണ് ബാക്കി മൂന്നും. അപ്പൊ ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്ന എന്താണ് സിമ്പിൾ അഗ്രഗേറ്റ് വില സൂചികയാണ്. അടുത്തത് മൈക്രോ ക്രെഡിറ്റ്, കുടുംബശ്രീ, സാക്ഷരത, സ്വയം സഹായ സംഘം. ബാക്കിയെല്ലാം ഫിനാൻസ് സഹായിക്കുന്ന സംഘങ്ങളാണ്. സാക്ഷരത മാത്രമാണ് ഇതിൽ വേറിട്ട് നിൽക്കുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ആദ്യത്തത് നബാർഡ്. നബാർഡ് എന്താണ് കാർഷിക വായ്പ. കാർഷിക വായ്പയും ഗ്രാമീണ വികസനവും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അടുത്തത് മതം. മതം എന്താണ് ഇതിനകത്ത് വരുന്നത് ഗുണാത്മക ഡേറ്റ. അതായത് മതത്തെ നമുക്ക് അങ്ങനെ മൂല്യം, അതായത് 1, 2, 3 അങ്ങനെ നമുക്ക് അളക്കാൻ പറ്റാത്തതൊക്കെ എന്താണ് ഗുണാത്മക ഡേറ്റയിൽ വരും. അടുത്തത് IRDP. IRDP എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. IRDP നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ വന്നതാണ്. അടുത്തത് കാർഷിക വിപണനം. അതിനകത്ത് വരുന്നത് എന്താ കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇനി ആയുഷ് എന്തിൽ വന്നതാ ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായത്തിൽ വന്നതാണ് ആയുഷ്. പുറം കരാറ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് പുറം കരാറ്. ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ് ആഗോള താപനം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോള താപനം. അടുത്തത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്നാമത്തെ ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത്? സൗരോർജ്ജം, ബയോഗ്യാസ്, ബയോമാസ് ഒക്കെ പാരമ്പര്യേതരമാണ്. അല്ലാത്തത് ഏതാണ്? പെട്രോളിയം. കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം ചൈന. ചൈനയിലായിരുന്നു കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്നത്. ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യമാണ് മോഡ്. ആവർത്തിച്ചു വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന മൂല്യം അല്ലെങ്കിൽ നിരീക്ഷണ മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആയുഷ് എന്ന ഇന്ത്യൻ ചികിത്സാ സംവിധാനത്തിൽ ഉൾപ്പെടാത്തത്? അലോപ്പതി മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഉൾപ്പെടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ പേജ് നമ്പർ 111 പറഞ്ഞിട്ടുണ്ട്. യോഗ, ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ആയുഷിൽ വരുന്നതാണ്. അലോപ്പതി മാത്രമാണ് ആയുഷിൽ വരാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തരംതിരിച്ചു? 3 ഗ്രൂപ്പായിട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ 28th പേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. 3 ഗ്രൂപ്പായിട്ടാണ് 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ തരംതിരിച്ചത്. 3 ഗ്രൂപ്പുകളായിട്ട്. ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് കോത്താരി കമ്മീഷൻ? കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ ജാംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം. ടിസ്കോ സ്ഥാപിതമായ വർഷം 1907. ബീഹാറിലെ ജാംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം 1907. താഴെ പറയുന്നവരിൽ ആർക്കാണ് കോളനി വാഴ്ചക്കാലത്തെ ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കെടുപ്പുമായി ബന്ധമുള്ളത്? ദാദാഭായ് നവറോജി.
അപ്പോൾ താഴെ പറയുന്നതിൽ ആർക്കാണ് കോളനി വാഴ്ചക്കാലത്തെ ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കെടുപ്പുമായി ബന്ധമുള്ളത്? ദാദാഭായ് നവറോജി 1881. ചുവടെ ചേർക്കുന്നവയിൽ പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണം. രണ്ട് ദത്തങ്ങളാണ്, പരിമാണാത്മകവും ഗുണാത്മകവും. അതായത് ക്വാളിറ്റേറ്റീവ് അതാണ് ഗുണാത്മകം, ക്വാണ്ടിറ്റേറ്റീവ് പരിമാണാത്മകം. അതായത് അളക്കാൻ പറ്റുന്നത്, അത് ഉയരമാണ്. സൗന്ദര്യ, സത്യസന്ധത, ബന്ധക ഗുണാത്മകമാണ്. സ്ഥാനീയ ശരാശരി എന്നറിയപ്പെടുന്നത് മീഡിയൻ. സ്ഥാനീയ ശരാശരി എന്നറിയപ്പെടുന്നത് മീഡിയൻ. കോൾ പിയേഴ്സൺസ് സഹബന്ധ ഗുണാങ്കത്തിന്റെ മൂല്യം, അതായത് കോറിലേഷൻ, അതിന്റെ മൂല്യം പോസിറ്റീവ് ഒന്നാണെങ്കിൽ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധവും, നെഗറ്റീവ് ഒന്നാണെങ്കിൽ പൂർണ്ണ നെഗറ്റീവ് സഹബന്ധവും. മാതൃകാപരമായ സൂചകാംഗം എന്നറിയപ്പെടുന്നത് ഫിഷറുടെ വിലസൂചിക, അതായത് ഐഡിയൽ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്നാണ് പറയുന്നത്. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് അതിന് പറയുന്നത്. ഫിഷറുടെ വിലസൂചികയാണ് മാതൃകാപരമായ സൂചകാംഗം എന്നറിയപ്പെടുന്നത്. അടുത്തത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യൻ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്ന ബാങ്ക് നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ചെറുകിട വ്യവസായങ്ങൾ. ഗുണാത്മക തത്വം ഞാനിപ്പോൾ പറഞ്ഞതാണ്, സത്യസന്ധത. ഭാരം, ദൂരം, ഉയരമൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. മറ്റേത് എന്താണ്, മൂല്യത്തിൽ എഴുതാൻ പറ്റാത്തതാണ് ഗുണാത്മകം. ബുദ്ധി, സൗന്ദര്യ, സ്വഭാവമൊക്കെ ഗുണാത്മകത്തിൽ വരുന്നതാണ്. ജയിൽ ജീവിത ചെലവ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജി. ജയിൽ ജീവിത ചെലവ് ദാദാഭായ് നവറോജി. കേന്ദ്രീയ പ്രവണതയുടെ അളവ് അരിത്തമെറ്റിക് മീൻ. കേന്ദ്രീയ പ്രവണതയുടെ അളവ് അരിത്തമെറ്റിക് മീൻ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഉപഭോക്തൃ വില സൂചിക, ജീവിത ചെലവ് സൂചിക. ഉപഭോക്തൃ വില സൂചിക, ജീവിത ചെലവ് സൂചിക. മൊത്ത വില സൂചിക, പൊതുവില നിലവാരം. മൊത്ത വില സൂചിക, പൊതുവില നിലവാരം. സെൻസെക്സ് നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്തായിരിക്കും? നിഫ്റ്റിയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റിയാണ്. സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അളവുകോലാണ്. ലാസ്റ്റ് പെയറുടെ വില സൂചിക, അടിസ്ഥാന വർഷ അളവ്. ലാസ്റ്റ് പെയറുടെ വില സൂചിക, അടിസ്ഥാന വർഷ അളവ്. അടുത്തത് ശരിയോ തെറ്റോ എന്ന് പറയാനാണ്. കമ്മ്യൂൺ സിസ്റ്റം ഇന്ത്യയുടെ വികസന തന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂൺ സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. കമ്മ്യൂൺ സിസ്റ്റം ചൈന ഓൾറെഡി വൺ വേർഡിൽ പറഞ്ഞിട്ടുണ്ട്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി. ശരി, PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി. തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്താണ്? ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ ഇൻറ്റു 100. ശരിയാണത്. ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ ഇൻറ്റു 100, അതും ശരിയാണ്. അടുത്തത് ദത്തങ്ങളുടെ വൃത്താകൃതിയിലുള്ള അവതരണം, പൈ ഡയഗ്രാം. വൃത്തം ഏത് മാത്രമേ ഉള്ളൂ? പൈ ഡയഗ്രാം മാത്രമേ ഉള്ളൂ. വൃത്താകൃതിയിലുള്ള അവതരണം പൈ ഡയഗ്രാം. 100, 200 എന്ന ക്ലാസിന്റെ ഉയർന്ന പരിധി 200, ലോവസ്റ്റ് പരിധി 100. ഡാഷ് ആണ് ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നത അധികാര സ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞു നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡാണ് ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നത്. അന്വേഷണ വിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേ സെൻസസ്. അന്വേഷണ വിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയാണ് സെൻസസ്. അടുത്തത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ. ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ചുവടെ ചേർക്കുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? കൃഷി. കൃഷി പ്രാഥമിക മേഖലയാണ്. ബാക്കി സേവനങ്ങളാണ് തൃതീയ മേഖലയിൽ വന്നത്. അതിനകത്ത് വന്നതാണ് വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ. കേന്ദ്രീയ പ്രവണതയുടെ അളവിന് ഉദാഹരണം. കേന്ദ്രീയമാണ്, അപ്പം മാധ്യം. കേന്ദ്രീയ പ്രവണത മാധ്യം. ജീവിത ചെലവ് സൂചികയുടെ മറ്റൊരു പേര് ഉപഭോക്തൃ വില സൂചിക. അത് നമ്മളിപ്പോൾ ചേരുംപടി ചേർക്കയിൽ നോക്കിയതാണ്. ജീവിത ചെലവ് സൂചികയുടെ മറ്റൊരു പേര് ഉപഭോക്തൃ വില സൂചിക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റാൻഡം സാമ്പിളിംഗ് രീതി. രണ്ട് റാൻഡം സാമ്പിളിംഗ് രീതിയാണ്, ഒന്ന് ലോട്ടറി രീതിയും ഒന്ന് റാൻഡം നമ്പർ പട്ടികയും. അപ്പൊ ഇവിടെ റാൻഡം സാമ്പിളിംഗ് രീതി ഏതാണ്? ലോട്ടറി രീതി. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ.
അടുത്ത എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. RBI ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. അടുത്തത് 100, 150 എന്ന ക്ലാസിന്റെ മധ്യാങ്കം 100 പ്ലസ് 150/2 125 ഇനി സഹബന്ധ ഗുണാങ്കത്തിന്റെ ഏറ്റവും താഴ്ന്ന മൂല്യം -1 ആയിരിക്കും. കാരണം കോറിലേഷൻ -1നും +1നും അടക്കമായിരിക്കും സംഖ്യകൾ വരുന്നത്. അപ്പോൾ സഹബന്ധ ഗുണാങ്കം എന്ന് പറഞ്ഞാൽ കോറിലേഷൻ. സഹബന്ധ ഗുണാങ്കത്തിന്റെ ഏറ്റവും താഴ്ന്ന മൂല്യം -1ഉം ഉയർന്ന മൂല്യം +1ഉം ആണ്. അടുത്തത് ശരിയോ തെറ്റോ എന്ന് എഴുതുക. ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനമാണ് നബാർഡ്. ഇപ്പൊ എത്ര 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് നബാർഡ് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. പാകിസ്ഥാൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് 1991-ലാണ്, അല്ല 98-ലാണ്. അപ്പൊ അത് തെറ്റാണ്. വ്യക്തികളുമായുള്ള അഭിമുഖത്തിലൂടെ ഡേറ്റ ശേഖരിക്കുന്ന ചെലവ് കൂടിയ രീതിയാണ്. അത് കറക്റ്റാണ്, ശരിയാണ്. വ്യക്തികളുമായുള്ള അഭിമുഖത്തിലൂടെ ഡേറ്റ ശേഖരിക്കുന്നത് ചെലവ് കൂടിയ രീതിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ലാസ്പിയർ നമുക്കറിയാം സൂചകാംഗങ്ങളാണ്. ലാസ്പിയർ, ഫിഷർ ഒക്കെ എന്താണ്? സൂചകാംഗങ്ങളാണ്. സ്പിയർമാന്റെയാണ് റാങ്ക് കോറിലേഷൻ. റാങ്ക് സഹബന്ധം എപ്പോഴും ആരുടെയാണ്? സ്പിയർമാന്റെയാണ്. 15 മാർക്കിന്റെ ഒരു എസ്സേ അത് വരാറുള്ളതാണ് ആ പ്രോബ്ലം. പിന്നെ വില്യം കാർവേ, അതും നമ്മൾ നേരത്തെ പഠിച്ചു. ചെറുകിട വ്യവസായം. വില്യം കാർവേ ചെറുകിട വ്യവസായം. ദാദാബായ് നവറോജി ജയിൽ ജീവിത ചെലവ്. ദാദാബായ് നവറോജിയാണ് ജയിൽ ജീവിത ചെലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്.